നിങ്ങൾ ഒരു ആൻഡ്രോയിഡ് യൂസർ ആണെന്നുണ്ടെങ്കിൽ സാധാരണ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ടായിരിക്കും ആപ്പുകളും ഗെയിമുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാറ്. ആൻഡ്രോയിഡിൽ കൂടുതൽ ആപ്പുകളും ഫ്രീ ആയിട്ടുള്ള ആപ്പുകൾ തന്നെയാണ്. പക്ഷേ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്പുകളുണ്ട്, പൈസ കൊടുത്തിട്ടേ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ GTA Vice City പോലുള്ള ഗെയിമുകളൊക്കെ നമുക്ക് ആൻഡ്രോയിഡിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ ആ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം 121 രൂപ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഹിറ്റ്മാൻ പോലുള്ള ഗെയിമുകളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ആ ഒരു ഗെയിമിന് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. ഗെയിംസ് മാത്രമല്ല വേറെയും ചില ആപ്പുകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇതുപോലുള്ള ആപ്പുകൾ എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള കാര്യമാണ്. ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുമ്പം ജെന്യൂൻ ആയിട്ടുള്ള ട്രിക്ക് തന്നെയാണ്. ട്രിക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ആപ്പാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതും ഗൂഗിളിൻ്റെ തന്നെ ഒരു ആപ്പാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ഒപ്പീനിയൻ റിവാർഡ്സ് എന്ന് സെർച്ച് ചെയ്യുക. ഇത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഗൂഗിളിൻ്റെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള ഒരു ആപ്പാണ് ഈ ഒരു ആപ്പ്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഇതിൽ ചില സർവേസും കാര്യങ്ങളൊക്കെ വരും. സർവേസ് എന്ന് പറയുമ്പം വളരെ സിമ്പിളായിട്ടുള്ള സർവേസ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ആ ഒരു വീഡിയോസ് കണ്ടിട്ടുണ്ടോ, അത് ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടൊക്കെ ആയിരിക്കും സർവേ വരിക. എന്നിട്ട് അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കും. അത് നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. യൂട്യൂബിൻ്റെ കാര്യം മാത്രമല്ല വേറെയും സർവേസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ആ സർവേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പം അതിനുള്ള പൈസ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പം എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ സർവീസ് കംപ്ലീറ്റ് ചെയ്തതിന് 117 രൂപ എനിക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പൈസ ഉപയോഗിച്ചിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഏതെങ്കിലുമൊക്കെ ആപ്പ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹിറ്റ്മാൻ പോലുള്ള ഗെയിമൊക്കെ എനിക്ക് ഈ ഒരു പൈസ ഉപയോഗിച്ചിട്ട് മേടിക്കാവുന്നതാണ്. നമ്മൾ എക്സ്ട്രാ വേറെ പൈസ ഒന്നും ഇതിന് കൊടുക്കേണ്ടതില്ല ഇതുപോലുള്ള ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു പൈസ നമുക്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പൈസ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എന്തെങ്കിലും സാധനം മേടിച്ചിട്ട് തന്നെ തീർക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 കൊല്ലമാണ്. അതായത് ഇന്നൊരു 10 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത 1 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ആ ഒരു 10 രൂപ തീർത്തിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ പോകുന്നതായിരിക്കും. പിന്നെ ഇത് പറയുമ്പം കുറേ സർവേസ് ഇടയ്ക്കിടയ്ക്ക് വരും എന്നൊന്നും വിചാരിക്കരുത്. എപ്പോഴെങ്കിലൊക്കെ സർവേസ് വരുള്ളൂ. സർവേസ് വരുമ്പം നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരും. ആ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഇരുന്നിട്ട് ആ ഒരു സർവേ കംപ്ലീറ്റ് ചെയ്താൽ മതി. അതിന് നമുക്കൊരു 10 അല്ലെങ്കിൽ 20 രൂപ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു പൈസ നമുക്ക് പ്ലേ സ്റ്റോറിൽ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.